ബാക്കിയുള്ള കുരുമുളകിനെ അപേക്ഷിച്ച് ഇത് വളരെ പൊസസീവാണ്. നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ അനുസരിച്ച് വർഷത്തിൽ 3 തവണയെങ്കിലും ഇതിന് വളം കൊടുക്കണം. വളരെ ഇടതൂർന്ന് ബ്രാഞ്ചസ് ആവും. കവുങ്ങിലാണെങ്കിൽ പിടിച്ചും കയറി പോയി. ഇത്രയും ഇടതൂർന്ന് നിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. തൂക്കം നമ്മൾ മുടക്കിയെടുത്താൽ സാധാരണ ഈ പന്നിയൂറോ കരിമുണ്ടോ ഒക്കെ കിട്ടുമ്പോൾ 10 കിലോയ്ക്ക് നമുക്ക് കിട്ടുന്ന ആ ആനുപാതികമായിട്ട് നോക്കുമ്പോൾ ഇതിന് റേഷ്യോ കൂടുതലാണ്. വെള്ളം ഇല്ലെങ്കിലും ഇത് കുറച്ച് സർവൈവ് ചെയ്യും ഈ പ്ലാന്റ്. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ട് ഈ കുമ്പുക്കലും കൈരളിയും മിനിമൈസ് ചെയ്തിട്ട് ഞാനിപ്പോൾ കൂടുതൽ ഞാനിതാക്കിയിരിക്കുകയാണ്. മാത്രമല്ല ഇതൊരു ഡമ്മിയായിട്ട് വെച്ചിരിക്കുന്ന സാമ്പിൾ വെച്ചിരിക്കുന്നതല്ല. ഇത് അതിൻ്റെ ചെവിടെ ഉണ്ടല്ലേ, ഇറ്റ് ഈസ് നോട്ട് പ്രൊട്ടക്റ്റഡ് വെൽ. ശരിക്കും സംരക്ഷിച്ചിട്ടുള്ളതല്ല ഇത്. ഇത് തെക്കൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഒറ്റ വർഷം കഴിഞ്ഞതേ ഉള്ളൂ. വേറെ ഇതായി കൊന്നയിലായിരുന്നു. എത്ര കണ്ട് ശക്തിയായിട്ട് ഇത് പിടിച്ചു കയറുന്നു നോക്കുക. ഇതാ വർഷമായ കവുങ്ങാണ്. ഈ കവുങ്ങിൽ കയറ്റാനായിട്ടാണ് ഞാനിത് നട്ടത്. അതിനൊപ്പം ഒരു കൊന്നയും കൂടെ വെച്ചു. നിങ്ങൾ അതിലൊന്ന് നോക്കുക. ഇത് എത്രമാത്രം സ്പീഡിനാണ് ഇത് ഇതിൻ്റെ ഗ്രോത്ത് നോക്കുക. ഈൽഡിനെ പറ്റി സംശയമുള്ളവരുടെ എത്രമാത്രം ഈൽഡ് ഉണ്ടെന്ന് നോക്കുന്നത് ഇത് നോക്കിയാൽ അറിയാം. ഇതെല്ലാം അപ്പോൾ ഇപ്രാവശ്യം കറക്റ്റ് മഴ ആയതുകൊണ്ട് പോളിനേഷൻ കറക്റ്റ് ആയത്. അത് എത്ര തിക്കായിട്ടാണ് കയറിയിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇത് ചെവിട് തൊട്ടേ ഇതിനകത്ത് ഈൽഡിംഗ് ആണ്. ഈ പ്രോപ്പർട്ടിയിൽ നിൽക്കുന്ന എല്ലാ കവുങ്ങും 4 വർഷം മാത്രം പ്രായമുള്ളതാണ്. ആദ്യം ഇട്ടിരുന്ന ഇതിലാണ്. ഇതിൽ അങ്ങോട്ട് ഷെയർ ചെയ്താണ്. കൊന്നയെന്ന് ഷെയർ ചെയ്തത്. ഇതിപ്പോൾ 2 വർഷം മാത്രമായ കൂടിയാണ്. ഈ 2 വർഷം കൊണ്ടുള്ള ഗ്രോത്ത് നോക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നാടൻ കവുങ്ങിൽ ഈ തെക്കൻ കൂടി ഇട്ടാൽ അത് പിടിച്ച് കെട്ടുക ഒന്നും വേണ്ട. വളരെ പെട്ടെന്ന് തന്നെ പിടിച്ച് കയറി പോവുകയും ചെയ്യും. നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ കവുങ്ങിൽ നിന്ന് റിസൾട്ട് കിട്ടും. ഇതിപ്പം മൾട്ടി ബെനിഫിറ്റാണ്. കവുങ്ങ് ഇപ്പോൾ നമ്മളിപ്പം ഈ കുരുമുളകിനെ ഇത്രമാത്രം സംരക്ഷിക്കുമ്പോൾ ഈ കവുങ്ങിനോട് ആവശ്യമുള്ള വളം കിട്ടുകയാണ്. അതുകൊണ്ടാണ് ഈ 4 വർഷം കഴിഞ്ഞാൽ ഇത്രയും ഗ്രോത്ത് ഉണ്ടാകുന്നത്. 6 കിലോ കൊട്ടപ്പാക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് വില അനുസരിച്ച് 350 രൂപ അല്ലെങ്കിൽ 300 രൂപ 1800 രൂപ ഒരാടെ കവുങ്ങിൽ നിന്ന് 1 വർഷം ആദായം കിട്ടും. പക്ഷേ നമ്മൾ അതിനകത്ത് കുരുമുളക് ഇടണം. കുരുമുളകിനെ അതുപോലെ സംരക്ഷിക്കണം. കൊന്നയിൽ നിന്ന് ഈ കവുങ്ങിലേക്ക് ഞാൻ മാറ്റുകയാണ്. കറക്റ്റ് ബ്രാഞ്ചസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് അടുത്ത വർഷം ആകണ്ട, ഈ കവുങ്ങ് ടോട്ടലി ആവും. കവുങ്ങ് നമുക്ക് മൾട്ടി ബെനിഫിറ്റാണ്. കൊന്നയ്ക്ക് അങ്ങനത്തെ ബെനിഫിറ്റ് ഇല്ല. എന്നാൽ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. കോൺക്രീറ്റ് പൈപ്പുകൾക്ക് ഗുണമുണ്ട് ദോഷമുണ്ട്. കോൺക്രീറ്റ് പൈപ്പുകൾ ഇടുന്നത് സിസ്റ്റമാറ്റിക്കായിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ അപ്പോൾ ഇത് ഒരു മൾട്ടി ബെനിഫിറ്റ് വെച്ചുകൊണ്ടാണ് ഞാൻ എല്ലാം കവുങ്ങാക്കുന്നത്. ഞാൻ കംപ്ലീറ്റ് കവുങ്ങാക്കി. ഇത് കറക്റ്റ് മനസ്സിലാക്കിയതിനാണ് നമ്മുടെ പഴയ ആൾക്കാരെല്ലാം നാടൻ കവുങ്ങിലാണ് ഇവർ കുരുമുളക് ഇട്ടിരുന്നത്. ഏത് പ്രദേശത്തെയും നാടൻ കവുങ്ങാണ് ആ പ്രദേശത്ത് സ്യൂട്ടബിളായി വരുന്നത്. ഇപ്പം നമ്മൾ ഇന്റർ മക്കളെയോ അതിലെ മോഹൻ നഗരമോ ഒക്കെ കൊണ്ടുവന്ന ആ ക്ലൈമറ്റിൽ വന്നാണ് മദർ പ്ലാന്റ്. ഇത് എൻ്റെ കുരുമുളക് കൃഷിയാണ്. ഞാനിത് കൊന്നയിലാണ് കുരുമുളക് ഇട്ടിരിക്കുന്നത്. ഇത് ഇനം പെപ്പർ തെക്കൻ എന്ന് പറഞ്ഞാൽ പെപ്പർ തെക്കൻ 1. പെപ്പർ തെക്കൻ 1 അതിനെ പറ്റി വിവാദങ്ങൾ ഒരുപാടുണ്ട്. അത് ഈൽഡ് കുറവാണെന്നും അത് ഈ ഫ്ലവറിങ് ഉള്ളതുപോലെ തന്നെ അതിനകത്ത് നണികൾ ഉണ്ടാവത്തില്ല എന്നൊക്കെയാണ് ഒരു പൊതുവേ ഉള്ള ഒരു പരാതി, ഒരു കംപ്ലയിൻറ്റ്. പക്ഷേ അതങ്ങനെ എൻ്റെ അനുഭവത്തിൽ അങ്ങനെയല്ല. ഞാൻ പെപ്പർ തെക്കൻ നട്ടു തുടങ്ങിയിട്ട് 5 വർഷം. 5 വർഷത്തിൽ എനിക്കുള്ള പ്ലാന്റുകൾ 5 വർഷത്തിനിടയ്ക്ക് വെച്ച് ഞാൻ തൈകൾ എടുക്കുന്നതുകൊണ്ട് ശരിക്കും ഹൈറ്റിൽ പോയിട്ടില്ല. ഹൈറ്റിൽ പോയതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം കൊന്നയിലേക്കുന്നതാണ്. ഇതിൻ്റെ ഈൽഡ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിനകത്ത് നണികൾ നിങ്ങൾക്ക് കാണാം. സമൃദ്ധമായ നണികളാണ് ഇത് പിടിക്കുന്നത്. കാരണം ബാക്കിയുള്ള കുരുമുളകിനെ അപേക്ഷിച്ച് ഇത് വളരെ പൊസസീവാണ്. നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ അനുസരിച്ച് വർഷത്തിൽ 3 തവണയെങ്കിലും ഇതിന് വളം കൊടുക്കണം. വളം കൊടുക്കുന്നതനുസരിച്ച് ഇത് ഗ്രോയിങ് എപ്പോഴും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റായത്. വളരെ ഫാസ്റ്റായിട്ടാണ് കയറി പോകുന്നത്. 2 വർഷമായ ഒരു കവുങ്ങിൽ നിൽക്കുന്ന 2 ഉയരത്തിൽ ഇത് പൊങ്ങിപ്പോയിട്ട് കാ പിടിച്ചിരിക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും വളരാനുള്ള വളം ഇതിന് വേണം. അതുപോലെ തന്നെ ഇതിന് ഫ്ലവറിങ് ടൈമിന് ഇതിന് വളം വേണം. അത് കഴിഞ്ഞ് മഴയല്ലെങ്കിൽ ഇതിന് പോളിനേഷൻ കറക്റ്റ് നടക്കത്തില്ല. അപ്പോൾ അതിന് തിരി ഇടതൂർന്ന് വരുന്നത് കൊണ്ട് ഈ മഴവെള്ളത്തിലൂടെയാണല്ലോ ഇതിൻ്റെ പോളിനേഷൻ നടക്കുക. അപ്പോൾ ഈ പോളിനേഷൻ നടക്കുന്ന സമയത്ത് മഴവെള്ളം കറക്റ്റ് മഴ കിട്ടിയില്ല, ഈ നൂൽമഴ അതേപോലെ മഴകൾ കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ ഇതിന് പോളിനേഷൻ കംപ്ലീറ്റ് ആവത്തില്ല. അപ്പോൾ പോളിനേഷൻ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ നനി കുറയും. നനി കുറയുന്നതിന് ചെയ്യാന്ന് പറഞ്ഞാൽ മഴയില്ലാത്ത സമയമാണെങ്കിൽ റോക്കർ പമ്പ് ഉപയോഗിച്ചുകൊണ്ട് വൈകുന്നേരം 5 മണിക്ക് ശേഷം ഒരാഴ്ച സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇത് കംപ്ലീറ്റ് നനികളും കിട്ടും. പിന്നെ നനി ഉണ്ടെന്ന് പറഞ്ഞാൽ നനി ഹെൽത്തി ആവണമെങ്കിൽ നമ്മളിതിന് ഇൻപുട്ട് കൊടുക്കണം, വളം കൊടുക്കണം. വളം ജൈവവളമാണ്. ഞാൻ കൊടുക്കുന്ന ആട്ടും വളവും ചാണകപ്പൊടിയാണ് ഞാൻ കൊടുക്കുന്നത്. ജൈവവളം ഉപയോഗിക്കാറുള്ളൂ. ഞാൻ ജൈവവളം ഉപയോഗിക്കാറുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇന്ന് വരെ ഇതിൻ്റെ തണ്ട് കണ്ടില്ലേ, ഒരൊറ്റ തണ്ടാണ് കയറി പോകുന്നത്. കയറിയിട്ടങ്ങ് ബ്രാഞ്ചസ് ആവുകയാണ്. വളരെ ഫാസ്റ്റായിട്ട് ബ്രാഞ്ചസ് ആവും. അപ്പുറത്ത് കാണിച്ചില്ല, സിംഗിൾ തണ്ടിൽ നിന്ന് കയറിയിട്ട് ബ്രാഞ്ചസ് ആവുന്നത്. വളരെ ഇടതൂർന്ന് ബ്രാഞ്ചസ് ആവും. കവുങ്ങിലാണെങ്കിൽ പിടിച്ചും കയറി പോയി. ഇത്രയും ഇടതൂർന്ന് നിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. കാരണം വളം കൊടുക്കണം. അത്യാവശ്യം വളം കൊടുക്കണം. 3 തവണ വളം കൊടുക്കണം. ആദ്യം ഒരു ഗ്രോയിങ് ടൈമിൽ ഇത് വളർച്ചയ്ക്ക് വളം കൊടുക്കണം. അതുപോലെ തന്നെ ഫ്ലവറിങ് ടൈം ആകുമ്പോൾ വളം കൊടുക്കണം. ആ ഫ്ലവറിങ് ടൈം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പോളിനേഷൻ കഴിഞ്ഞ് കിട്ടുന്ന നണി ആയി വരുന്ന സമയത്തും ഇതിന് വളം കിട്ടണം. അപ്പോൾ വളം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സാധാരണ ഉള്ളതിനേക്കാൾ ഒരു 3 ഇരട്ടിയിലെങ്കിലും മിനിമം ഇതിന്
റിസൾട്ട് ഉണ്ട്. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ഇത് ഒരേ ടൈമിൽ പഴുത്ത് കിട്ടത്തില്ല. കാരണം ഉദാഹരണമായിട്ട് ചെവിട്ടിലെ തണികൾ വന്നതിന് ശേഷമാണ് ഈ ബ്രാഞ്ചസ് ആവുന്നത്. അപ്പോൾ അത് ബാക്കിയുള്ള ചെവിട് പഴുത്ത് തുടങ്ങുമ്പോൾ ബാക്കിയുള്ള വിളഞ്ഞിട്ടുണ്ടാവും. എന്ന് വെച്ചുകൊണ്ട് മറ്റു കുഴപ്പങ്ങളില്ല. തൂക്കം നമ്മൾ ഉണക്കി എടുത്താൽ സാധാരണ ഈ പന്നിയൂറോ കരിമുണ്ടോ ഒക്കെ കിട്ടുമ്പോൾ 10 കിലോയ്ക്ക് നമുക്ക് കിട്ടുന്ന ആ ആനുപാതികമായിട്ട് നോക്കുമ്പോൾ ഇതിന് റേഷ്യോ കൂടുതലാണ്. ഇതൊരു 4 കിലോ എങ്കിലും ഉണക്ക കിട്ടും, ഉറപ്പാണ്. അതുപോലെ തന്നെ എരിവും കൂടുതലാണ്, ഇതിന് മണവും കൂടുതലാണ്, ഫ്ലവർ കൂടുതലാണ്, നല്ലതാണ്. അപ്പോൾ ഇതിന് നല്ല റിസൾട്ടാണ്. നമ്മൾ ഈ വേര് രോഗം വരുന്നത് ഇല്ല, ഇതിന് വരത്തില്ല, ഇതിനങ്ങനെ വന്നിട്ടില്ല. കാരണം ഇത് വന്നിട്ട് ഇതിന് വെള്ളത്തിൻ്റെ ലഭ്യത, വെള്ളം ഇല്ലെങ്കിലും ഇത് കുറച്ച് സർവൈവ് ചെയ്യും ഈ പ്ലാന്റ്. ശരിയാണ്. കാരണം ഇതിപ്പോൾ ഇവിടെ അങ്ങനെ ഇത് ശരിക്കും ഉണക്ക് ബാധിക്കുന്ന പ്രദേശമായത്. പിന്നെ ഞാൻ ചെയ്യുന്ന പറയുന്ന സമയത്ത് ഈ കവുങ്ങിൻ്റെ പാളയൊക്കെ വെട്ടി ചവിട്ടിയിട്ട് കൊടുക്കും എന്നുള്ളതല്ലാതെ ഉണക്കിന് ഒരു മരവും പോയിട്ടില്ല എന്ന് പറയാം. വെയിൽ വേണം, വെയിൽ വേണം. അപ്പോൾ ചെവിടിൽ ആദ്യം ഉണക്കടിക്കാതിരുന്നാൽ കൊള്ളാം. ഉണക്കടിച്ചു പോയിട്ട് ഒരു മരവും ഉണങ്ങി പോയിട്ടില്ല. ഷെയ്ഡ് വേണ്ട, ഷെയ്ഡ് സെമി ഷെയ്ഡിൽ ഇപ്പം തന്നെ ഞാനിപ്പോൾ ഇതിപ്പോൾ കട്ട് ചെയ്ത് കളയും. ഇത് കട്ട് ചെയ്ത് കളഞ്ഞെങ്കിൽ ഇത് മേളിലിരിക്കുന്ന കൊന്നയിലെ ഇപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല, അത് കളയും. ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞെങ്കിൽ മാത്രമേ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഇത് വരുള്ളൂ. ഇപ്പോൾ അടുത്ത ഈ ഒരു കവുങ്ങ് ഞാൻ കാണിച്ചു തരാം. കവുങ്ങിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 1.5 വർഷമായി കയറിയ ഇതിൽ ഞാനൊന്ന് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അത് സാർ കുരുമുളകിൽ തന്നെ ഏതൊക്കെ ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്? ഞാൻ ഈ തെക്കനുണ്ട്, പിന്നെ കുമ്പുക്കലുണ്ട്, കൈരളിയുണ്ട്, പന്നിയൂറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ട് ഈ കുമ്പുക്കലും കൈരളിയും മിനിമൈസ് ചെയ്തിട്ട് ഞാനിപ്പോൾ കൂടുതൽ ഞാനിതാക്കിയിരിക്കുകയാണ്. ഈൽഡിൻ്റെ ഇതിൻ്റെ സർവൈവൽ ഇമ്മ്യൂണിറ്റി കൂടുതലാണ്. നമ്മൾ ഈ കൊണ്ട് നട്ടിട്ട് പോയാൽ ഇതിന് റിസൾട്ട് കിട്ടത്തില്ല. ഈ 3 ടൈംസ് വളം കൊടുക്കണം എന്നുള്ള അത്യാവശ്യമായ കാര്യം അതിന്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരത്തില്ല. നിങ്ങളെല്ലാം ഓരോ മരങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഓരോ മരത്തിൽ നിൽക്കുന്നത് ഇത് ഒരെണ്ണത്തിലല്ല. മാത്രമല്ല ഇതൊരു ഡമ്മിയായിട്ട് വെച്ചിരിക്കുന്ന സാമ്പിൾ വെച്ചിരിക്കുന്നതല്ല ഇത്. അതിൻ്റെ ചെവിടെ ഉണ്ടല്ലേ, ഇറ്റ് ഈസ് നോട്ട് പ്രൊട്ടക്റ്റഡ് വെൽ. ശരിക്കും സംരക്ഷിച്ചിട്ടുള്ള അല്ല ഇത്. മദർ പ്ലാന്റ് ആണ് അത്. ഈ മദർ പ്ലാന്റ് ഇത് ഒത്തിരി ഉണ്ട്. മദർ പ്ലാന്റ് ഒരുപാടെണ്ണം ഉണ്ട് എനിക്ക്. അപ്പോൾ ഇതിൽ തന്നെ ഏകദേശം 50ഓളം ഇതേ രീതിയിൽ നിൽക്കുന്ന, ഇതിനേക്കാളും വലുത്. ഇതിപ്പോൾ ചെറുതാണ്, വലിയ ഉയരത്തിലുള്ള നമുക്കതൊന്ന് കാണാം. ഇത് തെക്കൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ, ഒറ്റ വർഷം കഴിഞ്ഞതേ ഉള്ളൂ. വേറെ ഇതായി കൊന്നയിലായിരുന്നു. കൊന്നയിൽ നിന്ന് കട്ട് ചെയ്ത് പതിച്ച് ഞാൻ അങ്ങപ്പുറത്തോട്ട് മാറ്റിയതാണ്. ഇതും ഈ കവുങ്ങും 4 വർഷം മാത്രമായ കവുങ്ങാണിത്. അപ്പോൾ ഇത് എത്ര കണ്ട് ശക്തിയായിട്ട് ഇത് പിടിച്ചു കയറുന്നു നോക്കുക. ഇതാ വളരെ ശക്തിയായിട്ടാണ് ഇത് പിടിച്ചു കയറുന്നത്. അപ്പോൾ ഇതിനകത്തെല്ലാം തിരിയാകുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പം വന്ന് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഏകദേശം ഇത് മണ്ടവരെത്തും. അത് അടുത്തൊരിടയ്ക്ക് ആ കവുങ്ങിൽ ഞാൻ കാണിക്കാം. 2 വർഷമായ ഒരെണ്ണത്തെ ഞാൻ അതൊന്ന് പരിചയപ്പെടുത്തരാം നിങ്ങൾക്ക്. 2 വർഷമായ കവുങ്ങാണ്. ഈ കവുങ്ങിൽ കയറ്റാനായിട്ടാണ് ഞാനിത് നട്ടത്. അതിനൊപ്പം ഒരു കൊന്നയും കൂടെ വെച്ചു. നിങ്ങൾ അതിലൊന്ന് നോക്കുക, ഇത് എത്രമാത്രം സ്പീഡിനാണ് ഇതിൻ്റെ ഗ്രോത്ത് എന്ന് നോക്കുക. എത്രമാത്രം സ്പീഡിനാണ് ഇതിൻ്റെ ഗ്രോത്ത്, എത്ര തിക്നെസ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ ഞാൻ ഇതിപ്പം 4 വർഷമായ കൂടി 4 വർഷമായ കൂടിയാണ് ഈ കവുങ്ങ് അതിനോടൊപ്പം കവുങ്ങ് വെച്ചപ്പോഴാണ് ഇപ്പോഴാണ് ഞാൻ കവുങ്ങിൽ കയറ്റുന്നത്. ഈ കവുങ്ങ് കയറ്റിയാൽ എപ്പോഴും അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഇത് മൊത്തം കയറും, കവുങ്ങിനെ കവർ ചെയ്യും. അപ്പോൾ ഇതിൽ ഈൽഡിനെ പറ്റി സംശയമുള്ളവരുടെ എത്രമാത്രം ഈൽഡ് ഉണ്ടെന്ന് നോക്കുന്നത് ഇത് നോക്കിയാൽ അറിയാം. ഇതെല്ലാം അപ്പോൾ ഇപ്രാവശ്യം കറക്റ്റ് മഴ ആയതുകൊണ്ട് പോളിനേഷൻ കറക്റ്റ് ആയത്. എത്ര തിക്കായിട്ടാണ് കയറിയിരിക്കുന്നത്, അതിൻ്റെ മുകളിൽ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇത് ചെവിട് തൊട്ടേ ഇതിനകത്ത് ഈൽഡിങ് ആണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇതിന് വളം കൊടുക്കുക. വളം 3 ടൈംസ് നിർബന്ധമായിട്ടും കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഇതിന് ഗ്രോയിങ് ആണ്, ഫ്ലവറിംഗ് ആണ്, പിന്നെ ഇതിൻ്റെ മച്ചുറിംഗ് ആണ്. ഈ 3 സ്റ്റേജ് അനുസരിച്ച് വളം കൊടുത്തേ വെക്കും. ഫ്ലവറിംഗ് സ്റ്റേജ് കൊടുക്കുക മഴയ്ക്ക് തൊട്ട് മുമ്പായിട്ട് തന്നെ ഈ ചാണകം ഇട്ട് അല്ലെങ്കിൽ ആട്ടും പുഴുക്ക ഇട്ട് തടം ക്ലിയർ ആക്കി ലൂസ് ചെയ്തിട്ടേക്കുക. അപ്പോഴത്തേക്ക് മഴ കഴിയുമ്പോഴത്തേക്ക് പിന്നെ പെട്ടെന്ന് തന്നെ ലീഫിങ്ങും ഫ്ലവറിങ്ങും ഉണ്ടാവും. അപ്പോൾ ഗ്രോയിങ്ങും ലീഫിങ്ങും ഫ്ലവറിങ്ങും ഒന്നിച്ചാണാകും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പൊളിനേഷൻ കൂടെ കറക്റ്റ് കിട്ടി കഴിഞ്ഞാൽ, മഴയും കൂടെ കറക്റ്റ് കിട്ടി കഴിഞ്ഞാൽ രണ്ടാമത് നണികൾ നന്നാവാനുള്ള വളം കൊടുത്താൽ മതി. നിങ്ങൾ നോക്കുക, അതായത് എല്ലാം കറക്റ്റ്. ഇത് ഇതിനകത്ത് നണി പിടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇതായി നോക്കുക. ഒറ്റ ഒരെണ്ണം പോലും നണികൾ മാറിയിട്ടില്ല, എല്ലാത്തിലും നണിയുണ്ട്. അതെ, ഇതിനകത്ത് പലരും ഇത് ഈ വെറും ഫ്ലവറിങ്ങേ ഉള്ളൂ എന്ന് പറയുന്നത്. ഇത് നോക്കുക, ഓരോന്നും അതുപോലെ തന്നെയാണ്. ഇതിനകത്ത് ഈ മരത്തിന് 4 വർഷമായ മരമാണ്. ഇത് കയറിപ്പോകാനുള്ള ടെൻഡൻസി ഇനിയും ഉണ്ട്, കയറാൻ പറ്റുന്നില്ല. അങ്ങനെ തിരിച്ച് മറിഞ്ഞ് കിടക്കുന്നത്. കവുങ്ങ് 2 വർഷമായ കവുങ്ങ് ഞാൻ കാണിച്ചു തരാം, തൊട്ടപ്പുറത്തുണ്ട്. ഓക്കെ, ഇത് കവുങ്ങ് ഞാൻ പറഞ്ഞ 4 വർഷം മാത്രം. ഇതിവിടെ ഈ പ്രോപ്പർട്ടിയിൽ നിൽക്കുന്ന എല്ലാ കവുങ്ങും 4 വർഷം മാത്രം പ്രായമുള്ളതാണ്. ഒരു 4 വർഷം മാത്രം പ്രായമുള്ള കവുങ്ങിൽ ഇത് നോക്കുക. ഇതിനകത്ത് കയറിയിരിക്കുന്നത് ഇതിന് സിംഗിൾ
വള്ളിയായിരുന്നത് പോയിരുന്നത്. പിന്നീടാണ് അതിൽ നിന്ന് ചിരച്ച് കയറി വന്നതാണ്. ആദ്യം ഇട്ടിരുന്നത് ഇതിലാണ്, ഇതിൽ നിന്ന് അങ്ങോട്ട് ഷെയർ ചെയ്താണ്, കൊന്നയെന്ന് ഷെയർ ചെയ്തത്. ഇതിപ്പോൾ 2 വർഷം മാത്രമായ കൂടിയാണ്. ഈ 2 വർഷം കൊണ്ടുള്ള ഗ്രോത്ത് നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇത് മേല് കയറി തിരിഞ്ഞ് മറിഞ്ഞ്, കാരണം അതിലും ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നാടൻ കവുങ്ങിൽ ഈ തെക്കൻ കൊടി ഇട്ടാൽ അത് പിടിച്ച് കെട്ടുക ഒന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ അത് പിടിച്ച് കയറി പോവുകയും ചെയ്യും, നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ കവുങ്ങിൽ നിന്ന് റിസൾട്ട് കിട്ടും. ഇതിപ്പം മൾട്ടി ബെനിഫിറ്റാണ്. കവുങ്ങ് ഇപ്പോൾ നമ്മളിപ്പം ഈ കുരുമുളകിനെ ഇത്രമാത്രം സംരക്ഷിക്കുമ്പം ഈ കവുങ്ങിനോട് ആവശ്യമുള്ള വളം കിട്ടുകയാണ്. അതുകൊണ്ടാണ് ഈ 4 വർഷം കഴിഞ്ഞിട്ട് ഇത്രയും ഗ്രോത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ പാക്ക് പിടിച്ച് തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഒരു 5 ശരാശരി 5 മുതൽ 6 കൊല വരെ പാക്കുകൾ കിട്ടും. 4 കൊല കറക്റ്റ് കിട്ടിയാൽ ഒരു 150 പാക്ക് വീതം വെച്ചിട്ട് 4 കൊല കിട്ടിയാൽ 600 പാക്ക് കിട്ടും ഒരു കവുങ്ങിൽ നിന്ന്. 600 പാക്കെന്ന് പറഞ്ഞാൽ ഈ മൊത്തത്തിൽ ടോട്ടൽ പാക്കിൻ്റെ എണ്ണം വെച്ച് നോക്കിയപ്പോൾ 30 പാക്കുണ്ട് 1 കിലോ വരും. മീൻസ് 20 കിലോ പച്ച പാക്ക് കിട്ടും. അത് ഉണക്കി കഴിഞ്ഞാൽ അതിന് 3 കിട്ടും. അതിന് 6 കിലോ എങ്കിലും മിനിമം കൊട്ടപ്പാക്ക് കിട്ടും. 6 കിലോ കൊട്ടപ്പാക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് വില അനുസരിച്ച് 350 രൂപ അല്ലെങ്കിൽ 300 രൂപ 1800 രൂപ ഒരാടെ കവുങ്ങിൽ നിന്ന് ഒരു വർഷം ആദായം കിട്ടും. പക്ഷേ നമ്മൾ അതിനകത്ത് കുരുമുളക് ഇടണം, കുരുമുളകിനെ അതുപോലെ സംരക്ഷിക്കണം. കവുങ്ങ് മാത്രം ഇട്ട് നമ്മൾ കവുങ്ങിനെ സംരക്ഷിക്കാൻ പോകത്തില്ല. കുരുമുളകിനിട്ട് നമ്മുടെ വളം ഇത് നോക്കുക. ഈ കവുങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് ഏകദേശം 1.5 അടി അകലെ മാറിയിട്ടാണ് ഞാൻ ഈ കുരുമുളകിൻ്റെ വള്ളി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ചുറ്റും മണ്ണിട്ട് ഉയർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇടുന്ന എല്ലാ വളവും ഈ കവുങ്ങിനും തെങ്ങിനും കിട്ടും. പിന്നെ ഇതിന് ഔട്ട്സൈഡ് എപ്പോഴും വൃത്തിയാക്കി ഇടും. അപ്പോൾ ഈ കൊടുക്കുന്ന വളമല്ല ഈ തെങ്ങിന് കവുങ്ങിന് കിട്ടും. അപ്പോൾ കവുങ്ങ് അതേപോലെ കറക്റ്റ് നിങ്ങളതിൻ്റെ മണ്ട നോക്കുക, അത്ര സ്ട്രോങ് ആയിട്ടാണ് കവുങ്ങ് പോകുന്നത്. അതുപോലെയാണ് ഈ കുരുമുളകും. അപ്പോൾ ഈ ഒരേ വരകളിൽ ഇട്ടിരിക്കുന്ന എല്ലാ കവുങ്ങിലെയും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ആ കവുങ്ങിൻ്റെ ഗ്രോത്ത്. അപ്പോൾ നമ്മൾ കുരുമുളക് ഇടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് മിനിമം ഒരു 12 അടി അകലത്തിൽ നാടൻ കവുങ്ങ് വെക്കുക. നാടൻ കവുങ്ങ് വെച്ചതിന് ശേഷം ആ കവുങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് 1.5 അടി അകലം മാറിയിട്ട് 2 വള്ളി മാത്രം വയ്ക്കുക. വെച്ച് കഴിഞ്ഞാൽ ഈ 2-3 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതേ രീതിയിൽ എത്തും. കവുങ്ങ് വെച്ച് 2 വർഷം കഴിയാതെ അതിനകത്ത് കുരുമുളക് ഇടരുത്. ഇത് ഇപ്പോൾ ആ കൊന്നയിൽ നിന്ന് ഈ കവുങ്ങിലേക്ക് ഞാൻ മാറ്റുകയാണ്. അപ്പോൾ കവുങ്ങിൽ നിന്ന് മാറ്റുകയാണ്. ഇപ്പോൾ ഇതിന് ഇപ്പോൾ കുറച്ച് ദിവസമായി തടമൊക്കെ വൃത്തിയാക്കിയിട്ടിട്ട് ഇപ്പോൾ കാടൊക്കെ കയറി തുടങ്ങി. ഇതേപോലെ ഒരു വള്ളി എൻ്റെ പിടിച്ച് കയറ്റിയിട്ടുള്ളൂ. ഒരു വള്ളി തന്നെ എത്ര സ്ട്രോങ് ആയിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കുക. ഇതാണ് അതിൻ്റെ തടം. അതിൽ നിന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, അതിൽ നിന്ന് ഏകദേശം 1.5 അടി ഗ്യാപ്പിലാണിത് ഞാൻ തടം എടുത്തിരിക്കുന്നത്. ചുവട്ടിൽ നിന്നാണ്ട് 1.5 അടി 2 അടിയോളം വരും. ആ 2 അടി വിസ്തൃതിയിലാണ് റൗണ്ട് ചെയ്തിരിക്കുന്നത്. റൗണ്ട് ചെയ്തിട്ട് ഈ ഇടുന്ന വളമൊക്കെ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തിട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന വള്ളികൾ പൊട്ടുന്നുണ്ട്. ഇതെല്ലാം വള്ളികൾ പൊട്ടുകയാണ്. ഇതിനെ ഇതോട്ട് കയറ്റി അങ്ങ് വിട്ടാൽ മതി. ഇത് കയറ്റി വിടുക. അപ്പോൾ ഇതിവിടെ നിൽക്കും. അപ്പോൾ ഇത് അതിനോടൊപ്പം തന്നെ കവുങ്ങ് സ്ട്രോങ് ആയി വന്നു. അണ്ടേ കവുങ്ങിൽ തന്നെ ഇത് കയറി ഇപ്പോൾ കയറി വന്നതാണ്. ഇതിൻ്റെ പൊട്ടൽ നോക്കുമ്പോൾ അറിയാം അത്രയുടെ ബ്രാഞ്ചസ് കറക്റ്റ് ബ്രാഞ്ചസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് കവുങ്ങ് അടുത്ത വർഷം ആകണ്ട, ഈ കവുങ്ങ് ടോട്ടലി ആവും. അപ്പോൾ പിന്നെ ഫാസ്റ്റ് ഗ്രോയിങ് ആണത്. സാർ ഈ താങ്ങുകാല് സാറ് മെയിനായിട്ട് കമുങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഡബിൾ ആദായമാണ് അതിനകത്ത്. അതെ അതെ അതെ. പിന്നെ സാറ് ഓപ്ഷൻ എടുത്തേക്കുന്നത് നമ്മുടെ ഈ കൊന്നയാണ്. എന്തുകൊണ്ടാണ് മറ്റൊരു ഓപ്ഷനിലോട്ട് ഇപ്പോൾ ഈ കോൺക്രീറ്റ് കാലുകളിലോട്ടോ അതിലോട്ടൊന്നും പോകാത്ത? അത് കർഷകനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഒരു കോൺക്രീറ്റ് കാലം എടുക്കണമെന്ന് വെച്ചാൽ കോൺക്രീറ്റ് കാലം എടുക്കുകയാണെങ്കിൽ ഏകദേശം നമ്മൾ പറയുന്ന ഹൈറ്റിൽ ഒരു 20 ഫീറ്റെങ്കിലും മിനിമം കിട്ടണം. അതിൽ എങ്കിൽ അതിൻ്റെ ഈൽഡ് കറക്റ്റ് ആകുള്ളൂ. അപ്പോൾ 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. കാരണം ഈ താങ്ങുമരമാണെങ്കിൽ ഇപ്പം വന്ന് കവുങ്ങാണെങ്കിൽ അല്ലെങ്കിൽ കൊന്നയാണെന്ന് വെച്ചോ, കവുങ്ങ് നമുക്ക് മൾട്ടി ബെനിഫിറ്റാണ്. കൊന്നയ്ക്ക് അങ്ങനത്തെ ബെനിഫിറ്റില്ല. എന്നാൽ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. കൊന്ന തളർക്കുന്നതനുസരിച്ച് തന്നെ അതിൻ്റെ തോലുകൾ വെട്ടി ഇട്ടിട്ട് അതിനെ ചാണകം ഇട്ട് കൊടുത്താൽ നല്ല വളമാണ്, ശക്തിയായി വളരും. നിങ്ങൾ ഈ പ്ലാന്റിൻ്റെ ഹെൽത്ത് കണ്ടില്ലേ, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് കോൺക്രീറ്റ് പൈപ്പുകൾക്ക് ഗുണമുണ്ട് ദോഷമുണ്ട്. കോൺക്രീറ്റ് പൈപ്പുകൾ ഇടുന്നത് സിസ്റ്റമാറ്റിക്കായിട്ട് ഇട്ടില്ലെങ്കിൽ അത് ഒരടി അല്ലെങ്കിൽ 1.5 അടി ഗ്യാപ്പിൽ ഹോൾ ഇട്ട് അതിൻ്റെ പൈപ്പ് ക്രോസ് പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇത് മറിച്ചിട്ട് വളർത്തി പോയി കഴിഞ്ഞാൽ പക്ക കൂട്ടി വരാം. പിന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പൈപ്പ് വേണമെങ്കിൽ ഒരു കോൺക്രീറ്റ് പോൾ വേണമെങ്കിൽ ഏകദേശം 1500 രൂപയോളം കോസ്റ്റാവും ഇൻസ്റ്റലേഷൻ കോസ്റ്റ്. ആ 1500 രൂപ കോസ്റ്റ് വരുന്നിടത്ത് നാടൻ കവുങ്ങാണെങ്കിൽ 35 രൂപ 30 രൂപ കവുങ്ങാവും. ഈ കവുങ്ങ് ആയി കഴിഞ്ഞാൽ ഒരു 5 വർഷം കഴിയുമ്പോൾ അതിനകത്ത് റിസൾട്ടാണ്. ഈ കോൺക്രീറ്റ് പൈപ്പിന് റിസൾട്ട് ഇല്ല. എയ്തർ ഇപ്പോൾ പ്ലാന്റ് നിന്നില്ല, സർവൈവ് ചെയ്തില്ല, നമുക്ക് കവുങ്ങ് കിട്ടും.
അപ്പോൾ ഇത് ഒരു മൾട്ടി ബെനിഫിറ്റ് വെച്ചുകൊണ്ടാണ് ഞാൻ എല്ലാം കവുങ്ങാക്കുന്നത്. ഞാൻ കംപ്ലീറ്റ് കവുങ്ങാക്കി. എൻ്റെ ഈ അട്ടക്കാലം പിടിക്കാൻ ഏറ്റവും എളുപ്പം കവുങ്ങാണ്. ഞാനത് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് കൃത്യമായി കാണിച്ചു തരാം. ബ്രാഞ്ച് ചെയ്ത് പോയിട്ട് ഒരൊറ്റ എണ്ണം പോലും മറിയത്തില്ലത്. അത് പിടിച്ചെങ്കിരിക്കത്തേ ഉള്ളൂ, പെട്ടെന്ന് കയറി പോകും. ഇത് കറക്റ്റ് മനസ്സിലാക്കിയതിനാണ് നമ്മുടെ പഴയ ആൾക്കാരെല്ലാം നാടൻ കവുങ്ങിലാണ് ഇവർ കുരുമുളക് ഇട്ടിരുന്നത്. ഈ നാടൻ കവുങ്ങി കുരുമുളക് ഇടുമ്പോൾ അപ്പം അവരെല്ലാം പഴഞ്ഞിടാൻ അവരെ കേൾക്കാതെ പോയി. അതായത് അത് സംഭവിച്ചത്. കാരണം ഈ കവുങ്ങാകുമ്പോഴും 2 ദിവസമാണ് പാക്ക് കിട്ടും. അത് കൂടാതെ തന്നെ കവുങ്ങിൻ്റെ തടി ഉപയോഗിക്കാം. പാക്ക് കിട്ടുന്ന 25-30 ഇയേഴ്സിൻ്റെ ഈൽഡ് കിട്ടും കറക്റ്റായിട്ട്. ഇപ്പം റബ്ബർ ഇട്ട് എത്ര വർഷം നമുക്ക് അതിനകത്ത് ഈൽഡ് കിട്ടും? 20 വർഷമല്ല കിട്ടുള്ളൂ. ആവറേജ് ഒരു പ്രോപ്പർട്ടിയിൽ നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല സൗകര്യമുള്ളൊരു പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ കാലാവസ്ഥയും മണ്ണിൻ്റെ പ്രകൃതവും കാര്യമൊക്കെ നോക്കണം. ഒരു പ്രോപ്പർട്ടിയിൽ 200, 225 അല്ലെങ്കിൽ 250 റബ്ബർ വയ്ക്കും. അതിന് കിട്ടുന്ന ഈൽഡ് എത്രയാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അതിന് ടാപ്പ് ചെയ്യണം, ലാറ്റക്സ് എടുക്കണം, അതിനെ പിന്നെ ഉറയണം, ഷീറ്റ് അടിക്കണം, ഒക്കെ ചെയ്യണം. അതേസമയം ഒരു കവുങ്ങിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് നിങ്ങളടുത്ത് പറഞ്ഞില്ലേ, ഒരു കവുങ്ങിൽ നിന്ന് 2000 രൂപയുടെ റിസൾട്ട് ആ വർഷത്തിൽ കിട്ടും. റബ്ബറിൽ നിന്നാണെങ്കിൽ ഒരു ഏക്കറിൽ എത്ര കിട്ടും? 200 റബ്ബർ വെക്കുന്നതെന്ന് വെച്ചാൽ 200 റബ്ബർ വെച്ച് കഴിഞ്ഞാൽ എത്ര രൂപ അതിനകത്ത് റിസൾട്ട് കിട്ടും? ഈ കവുങ്ങിൽ നമ്മൾ എത്ര കിട്ടും എന്നാലോചിച്ച് നോക്കിയാണ്. കവുങ്ങ് റബ്ബർ 7 വർഷം കഴിഞ്ഞാൽ ടാപ്പ് ചെയ്യാൻ പറ്റും. ഈ കവുങ്ങ് 7 വർഷം ആകുമ്പോൾ ഈൽഡ് ചെയ്ത് തുടങ്ങും. 3-ാം വർഷം തൊട്ട് കുരുമുളകും പിടിച്ചു തുടങ്ങും. ഈ റബ്ബർ സംരക്ഷിക്കുന്ന അത്ര ജോലിയില്ല, ഈ വെട്ടുകാരെ വിളിച്ചുകൊണ്ടിരുന്ന അത്ര ജോലിയില്ല. 25 വർഷം കണ്ണടച്ച് റിസൾട്ട് കിട്ടും. ഈ റബ്ബർ പ്രൊട്ടക്ട് ചെയ്യുന്നതിൻ്റെ 50% പ്രൊട്ടക്ഷൻ മതി. കവുങ്ങിൻ്റെ ഒരു ഈൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാടൻ കവുങ്ങിനെക്കാട്ടി ഈൽഡ് കിട്ടുന്ന വേറെ ഇനങ്ങളുണ്ടല്ലോ. ലൈഫില്ല. നമുക്കിത് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒരു നാടൻ കവുങ്ങ് എന്ന് പറഞ്ഞാൽ ഏത് പ്രദേശത്തെയും നാടൻ കവുങ്ങാണ് ആ പ്രദേശത്ത് സ്യൂട്ടബിളായി വരുന്നത്. ഇപ്പം നമ്മൾ ഇന്റർമക്കളെയോ അതിൽ മോഹൻ നഗരമൊക്കെ കൊണ്ടുവന്ന ആ ക്ലൈമറ്റിൽ വന്നാണ് മദർ പ്ലാന്റ്. അപ്പം ഇതുമായിട്ട് അക്കോമഡേറ്റ് ചെയ്ത് തരാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നാടനായി മാറുക അടുത്ത ഒത്തിരി ജനറേഷനിൽ. നമുക്ക് ഒരു പ്രദേശത്ത് പറ്റിയ ആ പ്ലാന്റ് മാത്രമേ ആ സ്യൂട്ടബിൾ ആവൂ, ആ പ്ലാന്റ് സൊസൈറ്റിയിൽ അത് മാത്രമേ അക്കോമഡേറ്റ് ആവുള്ളൂ. ബാക്കിയൊക്കെ വളരും, കായ്ക്കും, പക്ഷേ റെക്കോർഡ് റിസൾട്ട് കിട്ടത്തില്ല. അപ്പൊ നാടാണെങ്കിൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് നാടൻ കാച്ചിക്ക് ഞാൻ കാണിച്ചില്ലേ, ഇത് 4th ഇയറാ. ജോലിക്ക് കിട്ടാത്തതെന്ന് പറഞ്ഞാൽ ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, കവുങ്ങ് പാക്ക് പറിക്കാൻ ആളില്ല. റബ്ബർ വെട്ടാൻ ആളുണ്ടല്ലോ നമുക്ക്, ഉണ്ടല്ലോ. എന്തിൻ്റെയും നോൺ അവൈലബിലിറ്റിയാണ് ലേബേഴ്സിൻ്റെ കുറവെന്ന് പറയുന്നത്. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ 20 അടി വരെ ഉള്ളതിനെ പിടിക്കാനുള്ള തോട്ടമുണ്ട്, അതിനകത്ത് കത്തിയുള്ള തോട്ടമുണ്ട്, പിടിച്ചിടാം. ഞാൻ അതിലാണ് ചെയ്യുന്നത്. അതായത് 3 സ്റ്റേജ് എക്സ്റ്റെൻഡ് ചെയ്യാം. 5 അടി 6 അടി വീതം 3 സ്റ്റേജ് 18 അടി. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരേ ഉപാധികൾ പറയുന്നതാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം എല്ലാം ചെയ്യാൻ പറ്റും. ആവർത്തന കൃഷികൾ എപ്പോഴും ലോസാണ്. അത് കാലാവസ്ഥ, മഴ, കീടശല്യമൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ ഒരേ വർഷം മാറി കൃഷി ചെയ്യണം. അത് എക്സ്പെൻസീവാണ്. പലപ്പോഴും കൃഷിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോലും കിട്ടാതെ വരും. എനിക്ക് ആവശ്യമുള്ള എല്ലാ വെജിറ്റബിൾസും ഇപ്പോഴും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യണം. ഒരെണ്ണം പോലും വെളിയിൽ നിന്ന് മേടിക്കാറില്ല. അതുകൊണ്ട് ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഡ്യൂട്ടി സംബന്ധമായ ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ എനിക്ക് കൃഷിയിലേക്ക് കൂടുതൽ ഒരു ടേണിംഗ് പോയിന്റ് അതായിരുന്നു. അപ്പോഴാണ് ഈ മാറ്റി കൃഷി ചെയ്യണമെന്നൊരു ചിന്ത വന്നത്. അതാണ് ഞാൻ ഈ 20 years ബാക്ക് റംബൂട്ടാൻ മൊത്തം നടുന്നത്. അന്ന് ഇവിടെ ഒന്നും പോപ്പുലർ ആയിട്ടില്ല റംബൂട്ടാൻ കൊണ്ടിട്ടപ്പോൾ എനിക്കുള്ള എൻ്റെ ബന്ധുക്കൾ തന്നെ, എൻ്റെ അളിയൻ തന്നെ എന്നെ കളിയാക്കി ഇത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അന്ന് റംബൂട്ടാൻ തിരുവനന്തപുരത്ത് നമ്മുടെ മ്യൂസിയത്തിൻ്റെ അവിടെ ഇങ്ങനെ സൈഡിലിട്ടിരിക്കുന്നതാണ് ഈ റംബൂട്ടാൻ. അപ്പോൾ ഞാൻ ഫ്രൂട്ട് പ്ലാന്റ് ഇത് എവിടെ തൈ കിട്ടുന്ന ഹോം ഗ്രൗണ്ടിലുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ഹോം ഗ്രൗണ്ടിൽ പോയി 20 തൈ. റംബൂട്ടാനും 400 രൂപയായി. മാംഗോസ്റ്റിന് അന്ന് 2 വർഷം വഴക്കമുള്ള മാംഗോസ്റ്റിനായിരുന്നു. 20 വർഷത്തിന് മുമ്പാണ്. 20 വർഷത്തിന് മുമ്പാണ് 400. അന്ന് ഇപ്പം അത്ര വിലയില്ല. അന്ന് മാംഗോസ്റ്റിൻ്റെ റംബൂട്ടാന് 100 രൂപയാണ് ഒരു കിലോയ്ക്ക്. അന്ന് ഈ മ്യൂസിയത്തിൻ്റെ അവിടെ കിട്ടുമ്പോൾ അന്ന് മാംഗോസ്റ്റിൻ ഫ്രൂട്ട്സ് ഇവിടെ ഇറങ്ങി തുടങ്ങിയിട്ടില്ല. അന്നാണ് ഞാൻ ആ തൈ അവിടെ നിന്ന് വാങ്ങുന്നത്. ഈ പ്ലാന്റ് എന്തോന്നും ആർക്കും അറിയത്തില്ല. അന്ന് ഇത് ആരും അറിയരുതേ എന്നുള്ള ആഗ്രഹമായിരുന്നു. ഇവിടെ വിറ്റെന്നറിയാമല്ല. ഈ 3 വർഷമായപ്പോഴത്തേക്ക് ഈ റംബൂട്ടാൻ കറക്റ്റ് കായ്ച്ചു 3 വർഷമാകുമ്പോഴത്തേക്ക് ഒരു കൊല തന്നെ 1 കിലോ വരും. അപ്പോൾ ശരിക്കും അങ്ങ് ഫ്ലറിഷായത്. അപ്പോൾ ഇത് ആളുകൾ കണ്ടിട്ടില്ല, എന്താണെന്ന് അറിയത്തില്ല, അവർക്ക് അന്നൊന്നും അറിയത്തില്ല. ആദ്യം ഇത് പഴം കിട്ടി 5 വർഷമായപ്പോഴത്തേക്ക് എനിക്ക് ഈ 20 സെൻറ്റിൽ നിന്ന് 20 പ്ലാന്റിൽ നിന്ന് ഒരു 3 പ്ലാന്റ് പോയി കിട്ടി. ബാക്കി 17 പ്ലാന്റിൽ നിന്ന് 1.5 ടൺ ഞാൻ വിറ്റു. അതാണ് ഞാൻ പറയുന്നത് 2 ലക്ഷത്തിലധികം രൂപ 20 സെൻറ്റിൽ നിന്ന് ഞാൻ വാങ്ങിയെന്ന് ഉണ്ടായി എന്ന് പറയുന്നത്. കൃഷി നഷ്ടം എന്ന് പറയുന്നത് കൃഷി അറിയാത്തതുകൊണ്ടാണ്. കൃഷി ഒന്നും പറയാൻ പറ്റില്ല. റിപ്പീറ്റഡ് സൈക്ലിംഗ് കൃഷി ചെയ്യരുത്. എനിക്ക് ശരാശരി ഒരെണ്ണത്തിൽ നിന്ന് 100 കിലോ 150 കിലോ ആദായം കിട്ടുന്നുണ്ട്. മീൻസ് 100 കിലോ വരുമ്പോഴത്തേക്ക് 20,000 രൂപയായി. 150 കിലോ 30,000 രൂപയായി. എനിക്കിപ്പോൾ 8 പ്ലാന്റ് അതിനകത്തുണ്ട്. ഇപ്പോൾ ആദായം കിട്ടിക്കൊണ്ടിരിക്കുന്ന 8 എണ്ണം ഉണ്ട്. ഒരാൾ വെച്ച് 2 ലക്ഷം രൂപ എനിക്ക് അതിനകത്ത് ആദായം വരുന്നില്ല.